ഹലോ, അടിപൊളിയായിട്ടുള്ളൊരു തലശ്ശേരി ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തലശ്ശേരി ബിരിയാണീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഉള്ളി പൊരിച്ചത് നമ്മൾ മസാലയിൽ യൂസ് ചെയ്യും, അതാണ്. പിന്നെ ഫ്രൈഡ് ചിക്കൻ അല്ല, ദം ചിക്കൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ഉള്ളി നമ്മൾ നെയ്യിൽ പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഉള്ളിയും തക്കാളിയും നല്ല നേരിയതായിട്ട് അരിയണം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഉള്ളി വഴറ്റുന്നത് അടിപൊളിയായിട്ട് വഴറ്റണം, നല്ല ഉടഞ്ഞ് കിട്ടണം. എന്നാലേ ആ ഒരു സത്യം പറഞ്ഞ മസാലേൻ്റെ ആ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ജസ്റ്റ് വേഗം ഒന്ന് വഴന്നിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കല്ലുപ്പ് ഉപയോഗിച്ചു കേട്ടോ, കല്ലുപ്പല്ലേ കുറച്ചും കൂടെ നല്ലതായിട്ടില്ല. അതുകൊണ്ട് പൊടിയുപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് കല്ലുപ്പ് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലപ്പം കല്ലുപ്പ് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഹെൽത്ത് വൈസ് കല്ലുപ്പല്ലേ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം നല്ലോണം വഴറ്റിയെടുക്കുക. വഴറ്റി നല്ല ഉടഞ്ഞ പരുവത്തിലാണ് വഴറ്റാൻ. ഒരുപാട് കുറച്ച് സമയം എടുത്ത് വഴറ്റിയാലേ അങ്ങനെ ഉടഞ്ഞ പരുവത്തിലുള്ളി ആയി കിട്ടുന്നുള്ളൂ. അപ്പം കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് വഴറ്റണം. ക്ലീൻ ചെയ്ത ചിക്കൻ പീസസ് നമുക്ക് മസാലയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ലോണം ഇതേപോലെ ചിക്കൻ ഇങ്ങനെ വഴറ്റിയെടുക്കുക. ചിക്കൻ ഒരു വൈറ്റ് കളർ ആകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം എല്ലാം കൂടി സോട്ട് ചെയ്യാം. ആ ചിക്കൻ നമ്മൾ ഇട്ടപാടുള്ള ആ പച്ച ചിക്കൻ്റെ ആ ഒരു കളറ് വൈറ്റിലേക്ക് ചേഞ്ച് ആകുന്നവരെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. അങ്ങനെ തക്കാളി ആഡ് ചെയ്തിട്ട് അത് നല്ലോണം എല്ലാം കൂടി നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഈ ഉള്ളി നല്ലോണം സോട്ട് ചെയ്യണം. ഉള്ളി സോട്ട് ചെയ്യുന്നതിലാണ് ബിരിയാണീൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് നല്ല പുളിയില്ലാത്ത, അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യാം. മിൽമേൻ്റെ തൈരാണിത്. അധികം പുളിയില്ലാത്ത മിൽമേൻ്റെ തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം ഉപ്പിട്ട ശേഷം ഗരം മസാല കൂടെ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഗരം മസാല ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. വേറെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി അതിൻ്റെ മുകളിലിട്ട് മല്ലിച്ചപ്പും കൂടെ മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട്. ഗരം മസാല ആഡ് ചെയ്യാം കേട്ടോ. ഗരം മസാല ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. വേറെ മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യണ്ട. കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റൈസിൻ്റെ പരിപാടിക്ക് നോക്കാം. റൈസ് ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ, ഗീയും കൂടെ ചേർക്കാം. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ട്, ഉള്ളി ഫ്രൈ ആക്കേണ്ട, ഇതിൽ റൈസിൽ ഉള്ളി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇവിടെ 4.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4.5 ഗ്ലാസ് നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിക്കേണ്ടത്. 4.5 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുകളിൽ വെക്കണം. ആ ഒരു പരുവത്തിൽ ഉപ്പ് അറിയുന്ന ആൾക്കാരുടെ ആഡ് ചെയ്ത്, ഫസ്റ്റ് ടൈം ജസ്റ്റ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉപ്പ് അറിയുന്നവരിടുമ്പോൾ കറക്റ്റ് പരുവത്തിലാവും. എക്സ്പീരിയൻസിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുക്കർ അടച്ചു വെക്കാം. പിന്നെ അതിന് റൈസിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ നേരത്തെ പൊരിച്ച ഉള്ളിയും ഞാൻ റൈസിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് റൈസ് ആയതിനു ശേഷം ഫ്രൈഡ് ഒനിയനും അതുപോലെ തന്നെ മല്ലിച്ചപ്പും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അതും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് മറ്റേതാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെച്ച മസാല, റെഡിയായ മസാലേൻ്റെ മുകളിൽ നമ്മുടെ റൈസും കൂടെ ഇട്ടിട്ട്
സെറ്റാക്കാം. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഹീറ്റ് ചെയ്താൽ ഒത്തൻറ്റിക്കായിട്ട് ദമ്മിടുന്ന പോലെ ഒന്നുമല്ല ഞാൻ ചെയ്തത്. ഇത് ഞാൻ ട്രൈ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.